വെബ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 ജെനറ്റിക്സ് ഓഫ് ലൈഫിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: ഹൗ ഡസ് നോർമൽ ഷുഗർ ഡിഫർ ഫ്രം എ ഷുഗർ മോളിക്യൂൾ ഇൻ DNA? നോർമൽ ഷുഗറും DNAയിലുള്ള ഷുഗർ മോളിക്യൂളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നോർമൽ ഷുഗർ വന്നിട്ട് എനർജിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം DNA ഷുഗർ വന്നിട്ട് DNA ബിൽഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ ഷുഗറിനകത്ത് രണ്ട് പാർട്സ് ഉണ്ട്, ഗ്ലൂക്കോസും ഫ്രക്ടോസും. DNA ഷുഗറിനകത്ത് ഒറ്റ പാർട്ടേ വരുന്നുള്ളൂ, സിംഗിൾ ഷുഗർ. DNAയിലുള്ള ഓക്സിജന്റെ ലെവല് സാധാരണ ഷുഗറിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ടാണ് DNAയിലുള്ള ഷുഗറിനെ നമ്മൾ ഡീഓക്സി റൈബോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Answer: normal sugar is used for energy. DNA sugar, that is deoxyribose, is used to build DNA. Normal sugar is made of two parts, glucose and fructose. DNA sugar is just one part, a single sugar. DNA sugar has less oxygen than normal sugar. That's why it's called deoxyribose. Question: complete the table of human chromosomes. Human chromosomes in the ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടേബിൾ ഉണ്ട്, അതിൽ ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും ക്രോമസോംസിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ക്രോമസോം വരാൻ നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഫീമെയിൽ എടുക്കാം. ഫീമെയിലിനകത്ത് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് 44 + XX ആണ്. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം 46 ആണ്. അത് നമുക്ക് 23 പെയേഴ്സ് ആണ് ടോട്ടലായിട്ട് വരുന്നത്. അതിൽ 22 പെയേഴ്സ് ഫീമെയിലും മെയിലിലും ഈക്വൽ ആയിരിക്കും. 23rd പെയർ ആണ് രണ്ടിലും ഡിഫറൻസ് വരുന്നത്. ഫീമെയിൽ ആണെങ്കിൽ XX വരും, മെയിൽ ആണെങ്കിൽ XY ആണ് വരുന്നത്. അത് നമ്മുടെ സെക്സ് ഡിറ്റർമിനേഷൻ ക്രോമസോം ആണ്. ഇനി ഫീമെയിലിൽ ടോട്ടൽ വരുന്ന ക്രോമസോം പറയുന്നത് 46 ആണ്. അതുപോലെ സൊമാറ്റിക് ക്രോമസോംസ് പറയുന്നത് 44ഉം സെക്സ് ക്രോമസോം പറയുന്നത് 2 അതായത് XX. ഇനി മെയിൽ എടുക്കുകയാണെങ്കിൽ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് 44 + XY ആണ്. അതേസമയം ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് പറയുന്നത് 46 ആണ്. നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോം പറയുന്നത് 44ഉം നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോം പറയുന്നത് 2XY. അത് XX പറഞ്ഞ ഫീമെയിലും XY പറയുന്നത് മെയിലും ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ: വൈ ആർ ക്രോമസോംസ് സീൻ ഇൻ പെയേഴ്സ്? എന്തുകൊണ്ടാണ് ക്രോമസോംസ് പെയേഴ്സ് ആയിട്ട് കാണപ്പെടുന്നത്? ഇപ്പോൾ ക്രോമസോംസ് പെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത് കാരണം ഓരോ ഓർഗാനിസവും അവരുടെ പേരൻസിൽ നിന്ന് ഓരോ ക്രോമസോമാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതായത് മദറിൽ നിന്നും ഒരു ക്രോമസോം, അതുപോലെ ഫാദറിൽ നിന്നും ഒരു ക്രോമസോം. ഈ രണ്ട് ക്രോമസോം ചേർന്നിട്ടാണ് ഒരു പെയർ ആവുന്നത്. ഇതിന് നമ്മൾ ഹോമോലോഗസ് ക്രോമസോം എന്നാണ് പറയാറ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: chromosomes are seen in pairs because each organism inherits one chromosome from each parent, forming a homologous pair. This ensures genetic diversity while maintaining the correct number of chromosomes in the cells. Question: are there multiple organisms with the same number of chromosomes? Same number of chromosomes ഉള്ള multiple organisms ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ യെസ് എന്നാണ്. കാരണം ഡിഫറെൻറ്റ് സ്പീഷീസ് ആണെങ്കിലും സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള മൾട്ടിപ്പിൾ ഓർഗാനിസം ഉണ്ട്. ഫോർ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഹ്യൂമണിന് 46 ക്രോമസോംസ് ആണ്. അതേസമയം ഹെയറിനും 46 ക്രോമസോംസ് ആണ് ഉള്ളത്. പക്ഷെ അവർ ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ്. പിന്നെ വന്നിട്ട് ചിമ്പാൻസി എടുത്താലും അതിനകത്ത് ചിമ്പാൻസിക്കും 46 ക്രോമസോംസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: യെസ്, multiple organisms can have the same number of chromosomes even if they are different species. For example, humans with 46 chromosomes and chimpanzees also with 46 chromosomes have the same number despite being different species. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: compare the structure of DNA with RNA with following indicators given in the below table. അപ്പോൾ താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ DNAയുടെയും RNAയുടെയും സ്ട്രക്ചർ കമ്പയർ ചെയ്യാനാണ്. അപ്പോൾ അതിൽ DNAയും RNAയും തന്നിരിക്കുന്നത് അതിൽ നമ്പർ ഓഫ് സ്ട്രാൻഡ്സും ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂളും നൈട്രജൻ ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ DNAയിൽ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് പറയുന്നത് 2 ആണ്, RNAയിൽ 1 ആണ്. ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂൾ DNAയിൽ ഡീഓക്സി റൈബോസ് ആണ്, RNAയിൽ റൈബോസ് ആണ്. അതുപോലെ നൈട്രജൻ സ്പേസ് 2ലും 4 പക്ഷേ DNA തൈമൈനും അതുപോലെ RNAയിൽ യുറാസിൽ, ഇവ രണ്ട് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ DNA number of strands 2, RNA 1, DNA type of sugar molecule deoxyribose, RNA ribose. DNA nitrogen base adenine, thymine, cytosine and guanine. RNA adenine, uracil, cytosine and guanine. അപ്പോൾ ഇതിനകത്ത് തൈമൈൻ ആണ് നൈട്രജൻ ബേസിൽ വരുന്നത്. നൈട്രജൻ ബേസ് DNA വരുന്നത്, RNA വന്നിട്ട് തൈമൈന് പകരം യുറാസിലാണ്. ഈ ഒരു ഡിഫറൻസ് ആണ് നൈട്രജൻ ബേസിൽ വരുന്നത്. Question: Why was a plant with intermediate height not formed by the combination of tall and dwarf? ഒരു ടോൾ പ്ലാന്റും അതുപോലെ തന്നെ ഡോഫ് പ്ലാന്റും കൂടി ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ കോമ്പിനേഷൻ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇന്റർമീഡിയറ്റ് ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് ഉണ്ടാവാത്തത്? അപ്പോൾ നമ്മളൊരു ടോൾ പ്ലാന്റും ഡോഫ് പ്ലാന്റും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ടോൾ പ്ലാന്റ് കിട്ടും അല്ലെങ്കിൽ ഡോഫ് പ്ലാന്റ് കിട്ടും. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ഹൈറ്റ് ഉള്ള പ്ലാന്റ് കിട്ടില്ല. കാരണം ഇവിടെ ഡൊമിനന്റ് ജീൻ വരുന്നത് നമ്മുടെ ടോൾ പ്ലാന്റും അതുപോലെ റിസസീവ് വരുന്നത് ഡോഫ് പ്ലാന്റും ആണ്. ഡൊമിനന്റ് പറഞ്ഞാൽ കുറച്ചും കൂടി സ്വാധീനമുള്ളത്, അപ്പോൾ റിസസീവ് പറഞ്ഞാൽ സ്വാധീനമില്ലാത്തതെന്ന് അർത്ഥം. അപ്പോൾ ഈ ടോൾ പ്ലാന്റിന്റെ ജീൻ വന്നിട്ട് ഈ ഷോർട്ട് പ്ലാന്റ് അതായത് ഡ്വാഫ് പ്ലാന്റിന്റെ ജീനിന്റെ എഫക്റ്റിനെ ഹൈഡ് ചെയ്യും. അപ്പോൾ അവിടെ ഒന്നില്ലെങ്കിൽ ടോൾ അല്ലെങ്കിൽ ഡ്വാഫ് ഉണ്ടാവുള്ളൂ, ഇന്റർമീഡിയറ്റ് ഹൈറ്റ് അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: A plant with intermediate height was not formed because the tall trait is dominant and the dwarf trait is recessive. When a tall plant is crossed with a dwarf plant, the offspring with the TT genes still appear tall, not in between. This is because the dominant tall gene hides the effect of the recessive dwarf gene. Question: What is heredity and variations? Heredity variationsum എന്താണ്? ഹെറിഡിറ്റി എന്ന് പറയുന്നത് പാരൻസിൽ നിന്നും ഓഫ് സ്പ്രിങ്ങിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതേസമയം വേരിയേഷൻസ് പറയുന്നത് ഓഫ് സ്പ്രിങ് കാണിക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്, അതായത് അത് പാരൻസിൽ നിന്നും കിട്ടിയതായിരിക്കില്ല. അപ്പോൾ ഈ ഹെറിഡിറ്റിയും വേരിയേഷൻ രണ്ടിൻ്റെയും കാരണം വന്നിട്ട് പാരൻസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ജീൻസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Heredity refers to the transmission of characteristics from parents to their offspring. Variations are characters expressed in offspring that differ from their parents. Genes inherited from parents are responsible for both heredity and variations. Question: Hasn't the character that is not expressed in the first generation appeared in the second generation? How would that be? ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടർ സെക്കൻഡ് ജനറേഷനിൽ അപ്പിയർ ചെയ്യോ ഇല്ലയോ, അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടേഴ്സ് തീർച്ചയായും സെക്കൻഡ് ജനറേഷനിൽ അപ്പിയർ ചെയ്യും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് എടുക്കണമെങ്കിൽ ടോൾ പ്ലാന്റും ഡ്വാഫ് പ്ലാന്റും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ജനറേഷനിൽ കിട്ടുന്നത് ടോൾ പ്ലാന്റ് ആണ്. കാരണം ഫസ്റ്റ് ജനറേഷനിൽ വന്നിട്ട് ഒരു ഡോമിനന്റ് പ്ലാന്റിൽ നിന്നും ഒരു റിസസീവ് പ്ലാന്റിൽ നിന്നാണ് ഒരു പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ പ്ലാന്റിന് വന്നിട്ട് ഡോമിനന്റ് പ്ലാന്റിന്റെ ട്രേറ്റ്സ് മാത്രമാണ് കാണുന്നത്. അതേസമയം സെക്കൻഡ് ജനറേഷനിലോട്ട് പോകുന്ന സമയത്ത് ഫസ്റ്റ് ജനറേഷനിലുള്ള പ്ലാന്റ്സിന് ഡൊമിനന്റിന്റെയും അതുപോലെ റിസസീവിന്റെയും രണ്ട് ക്യാരക്ടേഴ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ട് പേരൻസിലും റിസസീവ് ട്രേറ്റ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് ടോൾ പ്ലാന്റും അതുപോലെ ഡ്വാഫ് പ്ലാന്റും കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: യെസ്, the character that is not expressed in the first generation can appear in the second generation. This happens because in the first generation, the offspring have one dominant and one recessive gene, so only the dominant trait is visible. But in the second generation, when two F1 plants are crossed, the recessive trait can reappear in some offspring since they receive the recessive gene from both parents. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷൻ്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷൻ്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷൻ്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 800-606-6363. Question: Characters that are not found in the parent plants are found in the second generation. Why? അതായത് പാരൻസിൽ കാണപ്പെടാത്ത ക്യാരക്ടേഴ്സ് സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ്?
ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇതിൻ്റെ ആൻസർ. അതായത് ഫസ്റ്റ് ജനറേഷനിൽ വന്നിട്ട് ഡോമിനന്റ് ട്രേറ്റ്സ് മാത്രമാണ് അപ്പിയർ ചെയ്യുന്നത്. പക്ഷെ സെക്കൻഡ് ജനറേഷനിൽ വന്നിട്ട് പാരൻസിനുള്ള ജീൻസ് പല രീതിയിലും അവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പുതിയ കോമ്പിനേഷൻ അല്ലെങ്കിൽ പുതിയ ട്രേറ്റ്സ് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: new traits appear in the second generation because the genes from the parents mix in different ways. In the first generation, only the dominant traits show. But in the second generation, different combinations of genes can bring out hidden traits or new combinations not seen in the parents. Question: what could be the reason for characters exhibiting more than two traits? ഒരു ക്യാരക്ടർ തന്നെ രണ്ടിൽ കൂടുതൽ ട്രേറ്റ്സ് കാണിക്കാനുള്ള റീസൺ എന്താണ്? അപ്പോൾ ഒരു ക്യാരക്ടർ തന്നെ രണ്ടിൽ കൂടുതൽ ട്രേറ്റ്സ് കാണിക്കാറുണ്ട്. ഇതിന്റെ റീസൺസ് എന്ന് പറയുന്നത് ഒന്ന് പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആണ്. അതായത് മൾട്ടിപ്പിൾ ജീൻസ് വന്നിട്ട് മൾട്ടിപ്പിൾ ട്രേറ്റ്സിനെ എഫക്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു ജീൻ തന്നെ മൾട്ടിപ്പിൾ ട്രേറ്റ്സിനെ എഫക്ട് ചെയ്യാറുണ്ട്. പിന്നെ വന്നിട്ട് മ്യൂട്ടേഷനും അതുപോലെ റീകോമ്പിനേഷനും മൂലവും ഈ ഒരു ക്യാരക്ടറിന് തന്നെ രണ്ടിൽ കൂടുതൽ ട്രേറ്റ്സ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: organisms show more than two traits because multiple genes affect multiple traits, that is polygenic inheritance. One gene can affect several traits. Environment influences gene expression. Mutation and recombination create variety. Question: what is genetics? Genetics പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗാനിസത്തിലുള്ള ജീൻസും അതിന്റെ ഹെറിഡിറ്ററി വേരിയേഷൻ ഇവയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ജെനറ്റിക്സിൽ വരുന്ന ഡിഫറെന്റ് ബ്രാഞ്ചസ് പറയുന്നത് മെഡിക്കൽ ജെനറ്റിക്സ്, പോപ്പുലേഷൻ ജെനറ്റിക്സ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Genetic is the study of genes, genetic variation and heredity in organisms. Various branches in genetics includes molecular genetics, population genetics, medical genetics, cytogenetics, behavioral genetics, genomics. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് fill in the blanksഉം അതുപോലെ തന്നെ നെയിം ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. Question: who got the Nobel Prize in chemistry for developing methodology of gene editing? Answer: Jennifer A. Doudna and Emmanuelle Charpentier. Question: what is the full form of DNA? Answer: deoxyribonucleic acid. Question: who were awarded the Nobel Prize in Medicine in 1962 for their contributions on the discovery of double helix model of DNA? Answer: James Watson, Francis Crick and Maurice Wilkins. Question: number of strands in DNA? Answer: 2 strands, that is double helix. Question: molecules used to make strands? Answer: sugar, that is deoxyribose and phosphate molecules. Question: molecules used to make rungs? Answer: nitrogenous bases. Question: different types of nitrogen bases? Answer: adenine, thymine, guanine and cytosine. Question: formation of rungs? Answer: formed by base pairs of nitrogenous bases. Question: mode of nitrogen base pairing? Answer: adenine pairs with thymine and guanine pairs with cytosine. Question: molecules in a nucleotide? Answer: a phosphate group, a sugar, that is deoxyribose and a nitrogenous base. Question: the DNA in each chromosome is about dash long? Answer: 2 inches, that is 5 centimeter. Question: dash and dash proteins are the primary components of a chromosome? Answer: DNA and histone. Question: 8 histone proteins join together to form a histone dash. Answer: octamer. Question: DNA strands wind around this octamer to form a structure called a dash. Answer: nucleosome. Question: the chromosomes are formed by dash and dash numerous nucleosomes. Answer: packing and coiling. Question:
Chromatids are the parts of the chromosome which are connected by means of a dash. Answer, centromere. Question. Females with only one X chromosome, that is 44 plus X0, have the condition called dash. Answer, Turner syndrome. Question. Females with 3 X chromosomes, that is 44 plus XXX, have dash. Answer, triple X syndrome. Question. Males with 2 X chromosomes and 1 Y chromosomes, that is 44 plus XXY, have dash. Answer, Klinefelter syndrome. Question. Males with 1 X chromosome and 2 Y chromosome, that is 44 plus XYY, have dash. Answer, XYY syndrome. Question. Dash is the branch of science that deals with genes, heredity and variation. Answer, genetics. Question. Who is considered as the father of genetics? Answer, Gregor Johann Mendels. Question. The different forms of genes are called dash. Answer, alleles. Question. The observable characteristics of an organism are called dash. Answer, phenotype. Question. The genetic constitution responsible for characteristics are called dash. Answer, genotype. Question. A dash usually has 2 alleles. Answer, gene. Question. The trait that appears in the first generation is called dash, and the hidden trait is called dash. Answer, dominant trait and recessive trait. Question. Dash is the primary pigment that gives color to skin. Answer, melanin. Question. Dash is the type of cell division that is responsible for the formation of gametes. Answer, meiosis. Question. The point of contact of the paired chromosomes is called dash. Answer, chiasma. Question. Dash is the sudden heritable change in the genetic constitution of an organism. Answer, mutation. Question. Dash is the branch of science that unravels the mysteries of life. Answer, genetics. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.